ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടീച്ചർ ലെസൺ എന്ന കൊറിയൻ ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിലായിട്ട് നമ്മുടെ ഹ്വാജിൻ്റെ ഭാര്യയായിട്ടുള്ള ചോയിനെ കൊന്നുകളഞ്ഞ ആ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഗുസാൻ എന്ന് പറയുന്ന പയ്യൻ ഇപ്പോൾ പരോളിനൊക്കെ ഇറങ്ങിയിട്ട് അവൻ്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഇതിനു മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന അതേ ഒരു സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇങ്ങനൊരു കൊലപാതകയോടൊപ്പം തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റില്ലെന്നും അവനെ ഈ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്റ്റുഡൻസും അവരുടെ പാരൻസും ചില സിറ്റിസൺസ് വരെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഇൻഫ്ലുവൻസിലാകട്ടെ അവൻ്റെ ഇതിനു മുമ്പുള്ള എല്ലാ റെക്കോർഡ്സും വളരെയധികം ക്ലിയറും നീറ്റും ആയതുകൊണ്ട് അവന് പറഞ്ഞു വിടാനും അവർക്കാർക്കും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഗുസാൻ ആ ഒരു സ്കൂളിലേക്ക് കയറിയെങ്കിലും പിള്ളേരെല്ലാവരും അവനെ അവോയ്ഡ് ചെയ്യുന്നത് മാത്രമല്ല എല്ലാവരും അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവനെ കുറ്റപ്പെടുത്താനും ചെയ്തുകൊണ്ടിരിക്കാനെ അവിടെ ഹ്വാജിൻ അവനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഹ്വാജിൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ജുവനൈൽ ഹോമിൽ നിന്ന് വന്ന നിന്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നീ ആക്ട് ആയിരിക്കോ എന്നുള്ള വെറും ടെസ്റ്റിംഗ് മാത്രമാണ് ഇതെന്നും അതിൽ നീ ഫെയിലായ എന്നേക്കായിട്ട് ഈ ഒരു സ്കൂളിന്റെ പടി ഇറങ്ങേണ്ടി വരുന്നു അവനിപ്പോൾ ഈ ഗുസാന്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഗുസാൻ ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുന്ന സമയത്ത് അവിടുത്തെ പിള്ളേരൊക്കെ അവനെ കളിയാക്കിക്കൊണ്ട് അവൻ ആ ഒരു ടീച്ചറിനെ കൊല്ലുന്നതൊക്കെ അവിടെ അഭിനയിച്ച് കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ അവനെ അങ്ങനെ കളിയാക്കുന്ന എല്ലാവരെയും അവനൊന്ന് നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും അവനൊന്നും തന്നെ അവരുടെ അടുത്ത് തിരിച്ച് പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം അവനിപ്പോൾ നേരെ അധികം ആരും വരാത്ത ആ സ്കൂളിന്റെ ഒരു ബ്ലോക്കിലേക്ക് ചെന്നിട്ട് ആ ക്ലാസ്സിൽ ആരോ അവന് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു റിബൺ ഷേപ്പിലുള്ള പില്ലുകൾ എടുത്തിട്ട് വിൻഡോ കൂടെ നേരത്തെ അവനെ കളിയാക്കി ആ ഒരു ഗ്യാങ്ങിലെല്ലാവരും അവൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഗുസാൻ ഇപ്പോൾ ERPBയുടെ ഓഫീസിലേക്ക് എത്തിയിട്ട് എനിക്ക് ഒരു സ്റ്റുഡൻറ് ബുള്ളിങ് റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്നും തന്റെ ക്ലാസ്സിലെ നേരത്തെ അവനെ കളിയാക്കിയിരിക്കുന്ന പിള്ളേരെല്ലാവരും കൂടി ചേർന്നിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള സാനിയു എന്ന് പറയുന്ന ഒരു പയ്യനെ ബുള്ളി ചെയ്യുന്നതായിട്ട് അവനിപ്പോൾ ERPBക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവനിപ്പോൾ ഇങ്ങനൊരു പരാതിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും ഒന്ന് സംശയിക്കാവുന്നതാണെങ്കിലും ഇപ്പോൾ അവനാകട്ടെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന കാരണം കൊണ്ട് അവൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹ്വാജിൻ നേരിട്ട് ആ സ്കൂളിലേക്ക് എത്തിയിട്ട് ഈ സാനിയുവിനെ പറ്റിയിട്ട് അന്വേഷിക്കുമ്പോൾ അവൻ്റെ ടീച്ചറിൽ നിന്നിട്ട് സാനിയു അങ്ങനെ ബുള്ളീഡ് ആകുന്ന ഒരു കുട്ടിയായിട്ട് തോന്നുന്നില്ലെന്നും അവൻ എപ്പോഴും അവൻ്റെ ഒരു ഗ്യാങ്ങിൻ്റെ ഒപ്പമാണ് നടക്കാറെന്നും അവൻ ഇതുവരെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നതൊന്നും താൻ കണ്ടിട്ടില്ലെന്നും ടീച്ചർ പറയുന്നുണ്ട്. പിന്നീട് സാനിയുവിനോട് ഹ്വാജിൻ ഇതിനെപ്പറ്റി നേരിട്ട് ചോദിക്കുമ്പോൾ അവനും ഇത് ഒരു ഫോൾസ് ആയിട്ടുള്ള പരാതിയാണെന്നാണ് ഹ്വാജിൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ഈ സമയം ഇത്ര നേരം അവൻ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് ഹ്വാജിന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ ഗ്യാങ്ങിൽ ആദ്യമായിട്ട് ഫോൺ പുറത്തേക്ക് എടുക്കുന്നത് ഈ സാനിയു തന്നെയായിരുന്നു. മാത്രമല്ല അവന്റെ കയ്യിൽ വളരെ ലാർജ് ആയിട്ടുള്ള ഒരു പവർ ബാങ്കും അവൻ എപ്പോഴും കരുതിയിട്ട് ഉണ്ടായിരുന്നു. എവിടെ പോവാണെങ്കിലും അത് അവന്റെ മേത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരെവിടേക്കാണോ ഇരിക്കുന്നത് അതിന്റെ ഏറ്റവും സെന്ററായിട്ടായിരിക്കും നമ്മുടെ സാനിയുവും ഇരിക്കുന്നത്. സോ ഇതിലൂടെ തന്നെ നമ്മുടെ സാനിയു എന്ന് പറയുന്നത് അവരെല്ലാവരും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഹ്യൂമൻ വൈഫൈ ആണെന്നും ഇവന്റെ ഫോണിലുള്ള ഡാറ്റയാണ് ഇവര് നിർബന്ധിച്ച് വൈഫൈയിലൂടെ അവർ എടുക്കുന്നതെന്നും നമ്മുടെ ഹ്വാജിൻ ഇത്ര നേരത്തിനുള്ളിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ ആ ഒരു പയ്യന്മാർ അവിടേക്ക് വരുമ്പോൾ സാനിയു ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കണ്ണും പൂട്ടി അത് നിരസിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതിന്റെ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇമ്മ അവളുടെ ചായയും രൂപമൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ വളരെ പാവം പിടിച്ച് നിഷ്കളങ്കായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വേഷത്തിൽ ഇവരെല്ലാവരും കൂടി ഗെയിം കളിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. പിന്നീട് അവരുടെ വോയിസുകളൊക്കെ അവൾ റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് ഈ വോയിസ് ക്ലോണിംഗ് ടെക്നോളജി ഒക്കെ വെച്ചിട്ട് അവരുടെ എല്ലാവിധ സോഷ്യൽ മീഡിയയിലുള്ള അക്കൗണ്ടുകളും പാസ്വേഡുകളും നമ്മുടെ ERPB ഇപ്പോൾ ക്രാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ അക്കൗണ്ടുകൾ കയറി പരിശോധിക്കുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ സാനിയുവിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഈ പയ്യന്മാരെല്ലാവരും കൂടി അവർക്ക് വേണ്ട ഫുഡും ക്ലോത്ത്സും അങ്ങനെ എല്ലാവിധ സാധനങ്ങളും പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നതെന്നും സ്കൂട്ടർ റെന്റ് ചെയ്യാനും ഓൺലൈൻ ഗെയിംസ് കളിക്കാനും ഒക്കെ അവർ ഇവന്റെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് പാവം ആ സാനിയുവിനെ എപ്പോഴും പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഈവൻ ഫേക്ക് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വിൽക്കുന്നതിന് പോലും അവർ അവന്റെ ഐഡന്റിറ്റി യൂസ് ചെയ്തതായിട്ടും ഇപ്പൊ ERPB കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പയ്യന്മാരാണെങ്കിലും ഐഡന്റിറ്റി സാനിയുവിന്റെ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഓരോ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സാനിയുവിനിട്ട് അവനിങ്ങനെ ഓരോ ഫേക്ക് ആയിട്ടുള്ള ഐറ്റംസ് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വളരെയധികം ഉപദ്രവിച്ച് അവനെ ഒരു ക്രിമിനൽ പോലും ആക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വിഷമൊന്നും താങ്ങാൻ പറ്റാണ്ട് അവൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അമ്മയാണെങ്കിൽ അവൻ്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന് പൈസയൊക്കെ നഷ്ടപ്പെട്ടതും കുറേയൊക്കെ അവൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കടെടുത്തത് കാണുമ്പോൾ ആകെ ടെൻഷനാകുന്ന അവൻ്റെ അമ്മ നേരെ തന്നെ ആ ഒരു ബുള്ളീസ് ആയിട്ടുള്ള ഗ്യാങ്ങിലെ മെയിൻ ആയിട്ടുള്ള ആളുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അവനാകട്ടെ ഇപ്പൊ അവൻ്റെ പെങ്ങളെയും വിളിച്ച് വന്നിട്ട് സാനിയു അവൾക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ വളരെ മോശപ്പെട്ട ഒരു വീഡിയോ ഒക്കെ അയച്ചു എന്ന് പറഞ്ഞിട്ട് സാനിയുവിന്റെ ഫോണിൽ നിന്ന് അവൻ്റെ സ്വന്തം പെങ്ങൾക്ക് പോയിട്ടുള്ള ഒരു മോശപ്പെട്ട വീഡിയോ അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്.
ആക്ച്വലി ആ ഒരു വീഡിയോ ഇവൻ തന്നെയാണ് സാനുവിന്റെ ഫോണിൽ നിന്ന് സ്വന്തം പെങ്ങൾക്ക് സെൻഡ് ചെയ്തതെങ്കിലും സാനുവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബുള്ളി പയ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഇത് കാണുമ്പോൾ സാനുവിന്റെ അമ്മയ്ക്ക് വിഷമവും ദേഷ്യവും ഒരുമിച്ച് വന്നിട്ട് ഈ ഒരു കേസും ഇതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവരിപ്പോൾ അവിടെ നിന്ന് പടിയിറങ്ങാണ്. മാത്രമല്ല അവൻ പോകുന്നേക്കാളും മുമ്പ് ആ ഒരു ബുള്ളി പയ്യനാകട്ടെ നീ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കരുതെന്നും കളിച്ചു കഴിഞ്ഞാൽ ഇതിൽ വലിയ കാര്യങ്ങൾ നീ കാണേണ്ടി വരുമെന്നും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ടാണ് സാനു ഇത്രയും നാളും അവർ പറയുന്ന കേട്ട് അവരോടൊപ്പം എപ്പോഴും എല്ലാ തോന്നിവാസത്തിനും നിന്നിരുന്നത്. ഇനി വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ആലോചിച്ച് ഈവൻ സ്വന്തം അമ്മയുടെ ഫോൺ കോൾ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഫുള്ള് ആ ഒരു ബുള്ളീസിന്റെ കൺട്രോള് പെട്ടിരിക്കുകയാണ് നമ്മുടെ സാനിയു. മാത്രമല്ല അവൻ എത്രയൊക്കെ പറഞ്ഞിട്ടും ആരും അവനെ വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല ആ ഒരു വീഡിയോ ഒക്കെ അവൻ ഉണ്ടാക്കിയ കാരണം കൊണ്ട് ഇപ്പോൾ അവന്റെ അമ്മയുടെ ട്രസ്റ്റ് പോയി കിട്ടിയെന്ന് മാത്രമല്ല അവന്റെ അമ്മേനെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അത്രയും സീരിയസ് ആയിട്ട് പ്രശ്നങ്ങൾ പോയി അവൻ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഗൂസൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ERPBയിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനും അവർ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ വന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്ത് എൻകറേജ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ERPBയുടെ അടുത്ത് അവന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാനുവിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ERPB ടീം ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇത് നേരം തന്നെ ഈ ഒരു കാര്യം നേരത്തെ മുൻകൂട്ടി മനസ്സിലാക്കുന്ന ആ ഒരു ബുള്ളീസിലെ ലീഡർ ആകട്ടെ നമ്മുടെ സാനിയു അവരെയാണ് ഇത്ര നാളും ബുള്ളി ചെയ്തതെന്നും എന്നൊക്കെ പറഞ്ഞ് ഒരു ട്വിസ്റ്റ് ഉള്ള ഒരു കംപ്ലൈന്റ് സ്കൂളിൽ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ഹിയറിംഗ് വരുന്ന സമയത്ത് ആ ഒരു ബുള്ളിയുടെ ലീഡറും അയാളുടെ വക്കീലും കൂടി ചേർന്നിട്ട് നമ്മുടെ സാനുവിന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നും അവനാണ് എല്ലാവരും ബുള്ളി ചെയ്യുന്നതെന്നും ആ ഒരു ശരിക്കത്തെ ബുള്ളി ചൈൽഡ് ആകട്ടെ എല്ലാത്തിനെയും ഒരു വിക്ടിമാണെന്നും അവൻ പാവം ഒന്നും അറിയാത്ത ഒരു പിഞ്ചു കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ആ ഒരു കോടതിയിൽ വാദിക്കുമ്പോൾ പാവം അവിടെയും സാനിയു അക്ഷരാർത്ഥത്തിൽ പെട്ടുപോകുന്നുണ്ട്. കാരണം നമ്മുടെ സാനുവിന്റെ ഭാഗം സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു എവിഡൻസും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവന്റെ പേരിലാണ് ഈ ഒരു അക്കൗണ്ടും മണി ട്രാൻസ്ഫറിങ്ങും ഒക്കെ തന്നെ നടന്നിരിക്കുന്നത്. അങ്ങനെ പിന്നീട് ഇവർ രണ്ടുപേരും സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ലീഡറിന്റെ അമ്മ വന്നിട്ട് നിങ്ങളുടെ മകൻ ഒരു കുട്ടിയായതുകൊണ്ടും അവന്റെ ഭാവി കളയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ വലിയ പരാതിക്കൊന്നും പോകുന്നില്ലെന്നും നിങ്ങൾ ജസ്റ്റ് മാപ്പ് പറഞ്ഞാൽ മതി എന്നും പറയുമ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ സാനുവിന്റെ അമ്മ പാവം നമ്മുടെ സാനുവിനെ സംശയിച്ച് അവരുടെ എല്ലാവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾക്കൊക്കെ ശേഷം പിന്നീട് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന നമ്മുടെ സാനുവിന്റെ അടുത്തേക്ക് ഇപ്പൊ പതിയെ ഹ്വാജിൻ വന്നിട്ട് നിന്നെ ഈ ലോകത്ത് ആരൊക്കെ വിശ്വസിച്ചില്ലെങ്കിലും നിന്റെ ഒപ്പം എപ്പോഴും ERPBയുടെ ടീം ഉണ്ടെന്ന് സത്യത്തിന് ജയിപ്പിക്കാനായിട്ട് അവർക്ക് പറ്റുന്ന അറ്റം വരെ അവർ പോകാനായിട്ട് റെഡിയാണെന്നും പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ധൈര്യവും സമാധാനമൊക്കെ തോന്നുന്ന സാനിയു ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് സീൻ കാട്ടിയത് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മളുടെ ഇമ്മാകട്ടെ ഒരു സ്കൂൾ കുട്ടിയുടെ വേഷത്തിൽ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇവരുടെ ക്ലാസ്സിലേക്ക് വന്ന ഒരു പുതിയൊരു കുട്ടിയായിട്ട് ആ ഒരു സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവള് കയറുമ്പോൾ തന്നെ എങ്ങനെയൊക്കെയാണോ ഈ ഒരു ബുള്ളീസിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റേണ്ടത് അങ്ങനെയൊക്കെ അവൾ ആ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം അവൾക്ക് ഒരു ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ബൊങ്ങ തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവള് ആ ഒരു പയ്യന്മാരായിട്ട് പെട്ടെന്ന് കമ്പനി ആവുന്ന പോലെ അഭിനയിച്ചിട്ട് അവളിപ്പോൾ തന്റെ പണ്ടത്തെ സ്കൂളിലെ ഹ്യൂമൻ വൈഫൈ താനാണെന്നും എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട് അവളിപ്പോൾ അവരുടെ ഫോൺസ് എല്ലാം വാങ്ങിച്ചിട്ട് അതിലെന്തോ ഒരു കാര്യം ചെയ്തിട്ട് അതിലൂടെ അവരെല്ലാ ഫോൺസിനെയും ബൊങ്ങിന്റെ സഹായത്തോടു കൂടി അവൾ ഹാക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മുടെ ബൊങ്ങിന് ആ ഒരു പയ്യന്മാരുടെ എല്ലാവരുടെയും അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ ആ ഒരു പയ്യന്മാരുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ അവരറിയാണ്ട് വലിയ വലിയ പൈസകൾ ട്രാൻസ്ഫർ ആയി പോകുന്നതും ഇവരറിയാണ്ട് തന്നെ ഓരോ സാധനങ്ങൾക്ക് ഇവർ ഓർഡർ ചെയ്യുന്നതും അങ്ങനെ സാനിയോനോട് ഇവർ ചെയ്ത ക്രൂരതകളൊക്കെ ഇപ്പൊ അവർക്ക് തന്നെ തിരിച്ച് അടിയായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല അവനിപ്പോ അവന്റെ അക്കൗണ്ടിലൂടെ ഇത്രയും വലിയ ഒരു ഫ്രോഡ് കളിക്കുന്ന കാരണം കൊണ്ട് തന്നെ അവന്റെ അക്കൗണ്ട് ഇപ്പോൾ ഇനി ഒരുപാട് വർഷങ്ങൾ ബാൻ ചെയ്യുന്ന അവസ്ഥയിൽ വരെ എത്തിപ്പെട്ടിരിക്കും. അങ്ങനെ തന്റെ അക്കൗണ്ട് പോയി പൈസ പോയി മാത്രമല്ല ഇവൻ അക്കൗണ്ടിലൂടെ ഇങ്ങനെ ഓരോ ഫേക്ക് സാധനങ്ങൾ വിൽക്കുന്ന കാരണം കൊണ്ട് ഇപ്പൊ അതൊക്കെ വാങ്ങിച്ച് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന് അവന് ഏറെ പ്രിയപ്പെട്ട അവന്റെ ബൈക്ക് പോലും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സോ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് കണ്ണി കണ്ടവരുടെ കയ്യിൽ നിന്നൊക്കെ എല്ലാ തല്ലും വാങ്ങിച്ചു കൂട്ടിയിട്ട് ആകെ ഭ്രാന്ത് വരുന്ന ആ ഒരു പയ്യനാകട്ടെ എന്തുകൊണ്ടാണ് തന്റെ ഒരു അക്കൗണ്ട് ഹാക്കായെന്ന് ചിന്തിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അവന്റെ ഫോണൊക്കെ വാങ്ങിച്ചത് അവൻ ഓർമ്മ വരുന്നത്. ഇതിന് പുറകിൽ അവൾ തന്നെയാന്ന് ഉറപ്പിക്കുന്ന ആ ഒരു പയ്യനാകട്ടെ നേരെ ക്ലാസ്സിലേക്ക് ചെന്ന് അവളോട് തല്ലുകൂടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളുടെ യഥാർത്ഥ ക്യാരക്ടർ പുറത്തേക്ക് വന്നിട്ട് ജസ്റ്റ് ഒരു 2-3 മൂവ് കൊണ്ട് അവനെ ഒതുക്കുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് ഒരു വലിയ ചെയർ എടുത്ത് അവൾ അടിക്കാൻ നിൽക്കുന്ന നേരത്ത് അവള് ഓളിയിട്ട് വിക്ടിമാക്കിയിട്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടുന്ന കാരണം കൊണ്ട് വരുന്നവരെല്ലാവരും ആ ഒരു പയ്യൻ ചെയർ എടുത്തിട്ട് അവൾ ആക്രമിക്കാൻ നിൽക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പേരെ വിറ്റ്നസ് ആക്കിക്കൊണ്ട് തന്നെ ആ ഒരു പയ്യന്റെ പേരിൽ അസോൾട്ട് കേസ് ഇപ്പോൾ അവൾ സ്കൂൾ കമ്മീഷന് കൊടുത്തിരിക്കുകയാണ്. ഇതേ നേരം അവന്റെ ലോയർ ആകട്ടെ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും മനഃപൂർവ്വം അവനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി സ്വയം ഇങ്ങനെ ഒരു കഥ ഫ്രെയിം ചെയ്തെടുത്ത
ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ അയാളെയോ ആ ഒരു പയ്യനോ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ നേരം നമ്മുടെ ERPBയിൽ ഇൻസ്പെക്ടേഴ്സ് ഇപ്പൊ ഇമ്മിനെ കൊണ്ട് ഒരു വീൽ ചെയറിലെത്തി അവളാകെ ആ ഒരു അവശയായ നിലയിൽ അവൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു പയ്യൻ അവളെ ഇത്രമാത്രം ഉപദ്രവിച്ചു എന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. ഇതേ നേരം ഹ്വാജിനാകട്ടെ ആ ഒരു പയ്യൻ ഇവളെ ബുള്ളി ചെയ്തു എന്നും അത് ഫിസിക്കലി ഉള്ളതിനേക്കാളും കൂടുതൽ ചിലർക്ക് ആൾക്കാരെ മെന്റലി ഹരാസ് ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെയാണ് ഇവൻ ഇത്രയും നാള് ഇവിടെ വരുന്ന ഓരോ കുട്ടികളോടും ചെയ്തുകൊണ്ടിരുന്നതെന്നും ഹ്വാജിനിപ്പോൾ ആ ഒരു സ്കൂൾ കമ്മീഷന്റെ അടുത്ത് പറയുന്നുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് അവനിട്ട് നല്ലൊരു ഡോസ് കൊടുത്തുകൊണ്ട് ശരിക്കും അവൾ ഇങ്ങനൊരു സ്റ്റുഡൻ്റ് അല്ലെന്നും ERPBയിലെ ഇൻസ്പെക്ടർ ആണെന്നും തങ്ങൾ ഈ കണ്ട ഡ്രാമയൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ഈ പയ്യൻ സാനിയു എന്ന ഒരു പാവം കുട്ടിയുടെ അടുത്ത് ചെയ്ത ദ്രോഹങ്ങൾക്കൊക്കെ എവിഡൻസ് കണ്ടുപിടിച്ചിട്ട് അത് പുറത്ത് കൊണ്ടുവരാനാണെന്നും ഇവൻ ഫിസിക്കലി ആ ഒരു സാനിയുവിനെ ഉപദ്രവിക്കുന്നേക്കാളും കൂടുതൽ മെന്റലി അവന് സ്ട്രെസ്സും ടെൻഷനും വിഷമവും ഒക്കെ നൽകി സ്വന്തം അമ്മ പോലും അവനെ വിശ്വസിക്കാത്ത രീതിയിൽ അവന്റെ പേര് തന്നെ നാശമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള എവിഡൻസോടുകൂടി ERPB ഇപ്പോൾ സ്കൂൾ കമ്മീഷന് സബ്മിറ്റ് ചെയ്യുകയും അവരെല്ലാവരും ശരിക്കത്തെ പ്രതി ആ ഒരു ബുള്ളി തന്നെയാണെന്നും പാവം നമ്മുടെ സാനിയു ഇവിടെ നിരപരാധിയാണെന്നുള്ളൊരു കാര്യം ഇപ്പൊ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതേ നേരം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന സാനിയുവും അവന്റെ അമ്മയ്ക്കും ഇപ്പോൾ വളരെയധികം ആശ്വാസമാവുകയും ആദ്യമായിട്ട് തനിക്ക് വേണ്ടി ശബ്ദം ഉയർത്തി തന്റെ ആ ഒരു നിരപരാധിത്വം തെളിയിച്ച ERPBയുടെ അടുത്ത് അവന് ഒരുപാട് റെസ്പെക്ട് തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഹ്വാജിനും മിനിസ്റ്ററും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ രണ്ടുപേർക്കും മിസ് ചോയുടെ ഓർമ്മകൾ വരുന്നതും രണ്ടുപേരും ഇമോഷണൽ ആകുന്നതും കൂടി നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇപ്പൊ ആ ഒരു ബുള്ളി ആയിട്ടുള്ള ഒരു പയ്യൻ നേരെ നമ്മളുടെ ഗൂസാനെ ചെന്ന് കണ്ടിട്ട് നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തേനും ERPB വരുമ്പോൾ ഞാൻ കുടുങ്ങാതിരിക്കാനായിട്ട് നീ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ സാനിയുവിനെതിരെ കേസ് കൊടുത്തതെന്നും എന്നിട്ട് നീ എന്താണ് എന്നെ രക്ഷിക്കാതിരുന്നതെന്നും അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ഗൂസാനാണ് ഇതിലൊക്കെ പുറകിൽ നിന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ഗൂസാനിപ്പോ താൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടതും തന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം അത് നടത്തിക്കൊണ്ടുവരാനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു ബുള്ളി പയ്യനെ ആ ഒരു സ്കൂളിന്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളി ഇടുന്നുണ്ട്. ആക്ച്വലി ആ ഒരു പയ്യൻ സൂസൈഡ് ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് ഇതിനെല്ലാം പുറകിൽ ERPB ആണെന്നും അവരെ ഡിസ്ബാൻഡ് ചെയ്യണം എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഗൂസാൻ ഈ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. പിന്നീട് അവൻ നേരെ തന്നെ ആ ഒരു പ്രതിപക്ഷ നേതാവിനെ ചെന്ന് കണ്ടിട്ട് താൻ ചെയ്തതൊക്കെ അവൻ്റെ അടുത്ത് റിവീൽ ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു മിനിസ്റ്റർക്ക് തനിക്ക് പറ്റിയ ആ ഒരു തെറ്റ് മനസ്സിലാകുന്നത്. ആക്ച്വലി ഈ ഒപ്പോണന്റ് ആയിട്ടുള്ള മിനിസ്റ്റർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവന്റെ പ്ലാൻ പ്രകാരമാണ് ഗൂസാനെ അവൻ എഫേർട്ട് എടുത്ത് ജയിലിൽ നിന്ന് ഇറക്കിയതെന്നാണെങ്കിലും ശരിക്കും ഈ ഒരു മിനിസ്റ്റർ ഉപയോഗിച്ച് പരോളിന് പുറത്തേക്ക് ഇറങ്ങിയത് ഗൂസാന്റെ പ്ലാൻ തന്നെയായിരുന്നു. കാരണം ആ ഒരു ജുവനൈൽ ജയിലിൽ ഇരിക്കുമ്പോൾ തന്നെ ERPBനെ എങ്ങനെയെങ്കിലും ഡിസ്ട്രോയ് ചെയ്യണമെന്നാണ് അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിനെ വേണ്ടിയിട്ട് അവൻ യൂസ് ചെയ്ത ടൂളുകളായിരുന്നു ആ ഒരു മിനിസ്റ്ററും അതുപോലെ തന്നെ നേരത്തെ അവൻ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയ ആ ഒരു പയ്യനും. ഇതേ നേരം തന്നെ ERPBയുടെ എതിരെ പബ്ലിക് വളരെ വലിയ രീതിയിൽ തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ERPBനെ ഡിസ്ബാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാവരും ബഹളം വെക്കാനും തുടങ്ങിയിരിക്കുകയാണ്. സ്കൂളിലാകട്ടെ ഇതിന്റെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റുമായിട്ട് വരുന്നത് ഈ ഗൂസാൻ തന്നെയാണ്. അവനിപ്പോ ഒരു പ്ലക്കാർഡും പിടിച്ച് ആ ഒരു കുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയത് ERPB കാരണമാണെന്നും ERPBനെ നിരോധിക്കണമെന്നും പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണക്കാരൻ എന്ന് പറയുന്നത് ഗൂസാനാണെന്ന് തിരിച്ചറിയുന്ന ഹ്വാജിനിപ്പോ ദേഷ്യപ്പെട്ട് സകല കൺട്രോളും പോയി അവിടേക്ക് എത്തിയിട്ട് നേരിട്ട് ഗൂസാന്റെ മുഖത്ത് തന്നെ നല്ലൊരു അടിപൊളി പഞ്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു ശക്തിയിൽ താഴെ വീഴുന്ന ഗൂസാനെയും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, അങ്ങനെ ശരിക്കും നമ്മുടെ ERPB ഡിസ്ബാൻഡ് ചെയ്യപ്പെടുമെന്നും എന്തിനു വേണ്ടിയാണ് ഗൂസാൻ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ അടുത്ത് വരുന്ന ഫൈനൽ ആയിട്ടുള്ള എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.